പൂജാമുറി കെട്ടിയാൽ നിത്യേന നിലവിളക്ക് തെളിയിക്കണമെന്ന് പറയുന്നത് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്നുള്ളതാണ്. അതായത് ഒരു പൂജാമുറി നമ്മുടെ വീട്ടിലുണ്ട്, അതിൽ നമ്മൾ നിത്യേന വിളക്ക് തെളിയിക്കുന്നതാണ് ഏറെ ഉത്തമം. ഇനി പൂജാമുറി ഇല്ലെങ്കിൽ ഒരു ഹൈന്ദവ ഭവനത്തിൽ, വിശ്വാസികളുടെ ഭവനത്തിൽ തീർച്ചയായിട്ടും നിത്യനില വിളക്ക് തെളിയിക്കണം. എന്നാൽ ആകസ്മികമായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ വിളക്ക് തെളിയിക്കാൻ പറ്റാതെ പോയി എന്ന് പറഞ്ഞാൽ യാതൊരു വിഷയവും വരുന്നില്ല തന്നെ. പൂജാമുറി കെട്ടിയത് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ഒന്ന് ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ്. വീടിനകത്ത് നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ധ്യാനിക്കാൻ വേറെ ഏതെങ്കിലും ഇടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂജാമുറിയുടെ ആവശ്യവുമില്ല. അപ്പോൾ സ്വസ്ഥമായിട്ടിരുന്ന് ടി വിയുടെ ബഹളം മറ്റുള്ള ബഹളങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് നിങ്ങൾക്കൊന്ന് ധ്യാനിക്കാൻ ഒരു ഇതുപോലെയുള്ള നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ വെച്ച് അല്ലെങ്കിൽ ചിത്രങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് പൂജിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒരു പൂജാമുറി തിരഞ്ഞെടുക്കുന്നത്. അവിടെ ചിലപ്പോൾ നിങ്ങൾ മനുഷ്യരല്ലേ, ചിലപ്പം വിളക്ക് തെളിയിക്കാൻ ആ ദിവസം എന്തെങ്കിലും ഒരു അസൗകര്യം ഉണ്ടായിപ്പോയി, അതിൽ തെറ്റൊന്നുമില്ല. പിറ്റേ ദിവസം ക്ഷമാപണം പറഞ്ഞ് നമുക്ക് വിളക്ക് തെളിയിക്കുക എന്നുള്ളതാണ്. ചിലപ്പം ജോലിക്ക് വേണ്ടി പുറത്തേക്ക് പോകുന്നവർക്ക്, ചിലപ്പോൾ സമയത്തിന് വീട്ടിൽ വന്ന് കയറാൻ പറ്റാത്തവർക്കൊക്കെ ചിലപ്പോൾ ചില അവസരത്തിൽ വിളക്ക് തെളിയിക്കാൻ പറ്റാതെ പോയിരിക്കാം. അത് നിത്യേന അങ്ങനെ ആക്കണമെന്നല്ല ഞാൻ പറയുന്നത്. ഇടയ്ക്കൊന്നും മുടങ്ങിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആപത്ത് വന്നു കൂടുമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അങ്ങനെ വരാറുമില്ല. വിളക്ക് തെളിയിച്ചതിൻ്റെ പുണ്യേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇത്രയും നാളത്തെ വിളക്ക് തെളിയിച്ചല്ലോ, അതിൻ്റെ പുണ്യേ കിട്ടുള്ളൂ. ഇത്തരം കാര്യത്തിൽ നിങ്ങളെ പേടിപ്പെടുത്തുന്ന ഇങ്ങനെ അല്ലെങ്കിൽ പാപത്വം പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുന്ന ചിലരുണ്ട്. അതിലൊന്നും പെട്ടുവേണ്ട. നിങ്ങളെ കൊണ്ട് കഴിയുന്ന ദിവസങ്ങളിൽ വിളക്ക് തെളിയിക്കുക, അതാണ് പ്രധാനം. നിങ്ങളെ തെളിയിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതിരിക്കാനുള്ള ഒരു ചൈതന്യം നിത്യേന നിങ്ങൾ തെളിയിച്ചു തുടങ്ങിക്കോളൂ. നിങ്ങൾ മുടങ്ങിപ്പോകുമെന്ന് പേടിക്കുമെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടാവാതെ നിങ്ങളെ മുടങ്ങാതിരിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഈശ്വരൻ തന്നെ നൽകും. അതൊരു പ്രത്യേകതയാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഇടയ്ക്ക് ഇനി ഏതൊരു വ്യക്തിക്കായാലും ശരി, ചില ദിവസങ്ങളിൽ ചിലപ്പം ഇങ്ങനെ വിളക്ക് തെളിയിക്കാൻ ഒരു നിർവാഹമില്ലാതെ ചിലപ്പോൾ വർഷത്തിൽ 1-2 തവണ അല്ലെങ്കിൽ കുറേ വർഷങ്ങൾ കൂടുമ്പോൾ ചിലപ്പോൾ മാസത്തിൽ ഒരിക്കൽ അങ്ങനെയൊക്കെ ഓരോരുത്തരുടെ ജീവിത സാഹചര്യം അനുസരിച്ച് മാറ്റം ഉണ്ടായി വരും. അതൊന്നും വലിയ കാര്യമില്ല.